ഹായ് മുത്തുമുള്ളിൽ എന്തൊക്കെ പടം സുഖമല്ല. നമ്മുടെ മമ്മൂക്കയുടെ വമ്പൻ പടം വരാൻ പോവാണ്. മുമ്പ് അനൗൺസ് ചെയ്താണ് നമ്മുടെ ഷെരീഫ് മുഹമ്മദ്, അതായത് ക്യൂബ്സ് ആൻഡ് ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്നൊരു വമ്പൻ പ്രൊജക്റ്റ് വരുന്നുണ്ടെന്ന് നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടിയതാണ്. ഞാൻ സത്യം പറഞ്ഞ ഇന്നൊരു വീഡിയോ ചെയ്തു, പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അതൊരു വലിയൊരു നഷ്ടമായി. അപ്പോൾ ഇങ്ങനെ സംഭവം നമുക്ക് കുറച്ച് ദിവസം മുമ്പേ അദ്ദേഹം പുറത്തു വിട്ടിരുന്നു. ഷെരീഫ് മുഹമ്മദ് സോഷ്യൽ മീഡിയ മൊത്തം കത്തിയിരുന്നു. പക്ഷെ അതിൽ പറയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ആരാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എയറിൽ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അമൽ നീരദിൻ ഉണ്ടായിരുന്നു, അതുപോലെ ഹനീഫുദ്ദീൻ ഉണ്ടായിരുന്നു, അൻവർ റഷീദ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആരാന്ന് കൺഫർമേഷൻ ഉണ്ടായില്ല. പക്ഷേ ഇന്നലെയാണ് അതിൻ്റെ കൺഫർമേഷൻ വരേണ്ട ദിവസം. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് ആ ഒരു സംഭവം ഇന്നത്തോട്ട് മാറ്റി വെച്ചു. ഇന്ന് 11 മണിക്കായിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ. അതായത് ആരാണ് മമ്മൂക്ക ഷെരീഫ് മുഹമ്മദ് സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ഇന്നായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ മമ്മൂക്ക, അതുപോലെ തന്നെ ഷെരീഫ് മുഹമ്മദ്, അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ. ഒരു വമ്പൻ സെറ്റപ്പാണ്. ഒരു കട്ട ഫാൻ ബോയ് പടവും, അതായത് കട്ട ഫാൻ ബോയ് ഡയറക്ടറും കട്ട ഫാൻ ബോയ്സ് പ്രൊഡ്യൂസറും പിന്നെ നമ്മുടെ മമ്മൂക്കയും ഒത്തുചേരുമ്പോൾ നമുക്ക് വമ്പൻ ഒരു സംഭവം. അതായത് എനിക്ക് തോന്നുന്നു ഭീഷ്മപർവത്തിന് ശേഷം മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് വരാൻ പോകുന്ന ഒരു മമ്മൂക്ക ചിത്രമാകും ഈ സിനിമ എന്ന് തോന്നുന്നു. കാരണം അതിനിടയ്ക്ക് വേറെ പടങ്ങൾ ഉണ്ട്, പക്ഷേ അത് ഇത്രത്തോളം ഹൈപ്പ് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ക്യൂബ്സിൻ്റെ മമ്മൂക്ക പടം എന്ന് പറയുമ്പോൾ അത് വമ്പൻ ഹൈപ്പാവും. കാരണം 2026 മമ്മൂക്കയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയുടെ ഒരു ലിസ്റ്റിൽ ഈ ചിത്രം ഉണ്ടാവും. അധികം വൈകാതെ എന്തായാലും ചിത്രത്തിൻ്റെ ഷൂട്ട് ഉണ്ടാവും. ഒരു കട്ട ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. അതിൽ നമ്മുടെ നെസ്ലനും മമ്മൂക്കയുടെ കൂടെ റോള് ചെയ്യേണ്ട ഒരു നല്ല റോളിലാകും വരാൻ പോകുന്നത്. കാരണം ഉണ്ടയ്ക്ക് ശേഷം മമ്മൂക്കയും ഖാലിദ് റഹ്മാനും, അതുപോലെ തന്നെ ആലപ്പുഴ ജിങ്കാനയ്ക്ക് ശേഷം നെസ്ലനും ഖാലിദ് റഹ്മാനും വന്നിക്കുക. അപ്പോൾ എന്തായാലും ഇവരെ 4 പേരും ഒരുമിക്കൽ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ വേറൊരു രീതിയിൽ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നമുക്ക് ഗ്യാങ്സ്റ്റർ എന്ന സിനിമയിൽ കിട്ടാത്ത ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് മൂവി ഇതിലൂടെ നമുക്ക് ഖാലിദ് റഹ്മാൻ തരുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പക്ക ഒരു സെറ്റ് സംഭവം ആവും. എന്തായാലും വെയിറ്റ് ചെയ്യുക. എന്ത് രീതിയിലാണ് ഈ സിനിമ അവർ അണിയിച്ചൊരുക്കുന്നുള്ളതിലെ വെയിറ്റിങ്ങിലാണ് നമ്മളൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.